നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്, പുലി വരുന്നേ എന്ന് കേൾക്കുന്നതാണ്, പഴയ കഥ കേൾക്കുന്നതാണ്. അതേപോലെയാണ് പലപ്പോഴും എ ഐനെ കുറിച്ചിട്ട് നമ്മൾ കേൾക്കാറുള്ളത്. എ ഐ വരുന്ന്, നമ്മുടെ ജോബുകൾ പോകുന്നു, ഇനി എന്തൊക്കെയോ സംഭവിക്കാൻ ഉണ്ട് എന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അത് ഫോർമലി ആയിട്ടും കേൾക്കാറുണ്ട്, ഇൻഫോർമലി ആയിട്ടും കേൾക്കാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ജോബ് വർക്കിംഗ് സ്പേസിൽ ഏത് രീതിയിലാണ് എ ഐൻ്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ടെക്ക് വരുന്നുണ്ട്, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ മാറ്റത്തിനൊത്ത് നമ്മൾ എങ്ങനെ മാറണം, നമ്മൾ ഓരോരുത്തരും എങ്ങനെ ഈ ടെക്കിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് മാറണം, അതേപോലെ തന്നെ പുതിയ രീതികൾ, പുതിയ ടെക്നോളജികൾ നമ്മൾ ഏതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സെഷൻ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ളതാണ്. നമ്മുടെ കൂടെ ഉള്ളത് അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരാണ്. ഒരുപാട് ഹയറിങ് ചെയ്യുന്നത്, അതേപോലെ തന്നെ വ്യത്യസ്ത സോഷ്യൽ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫറാസ് സാറിൻ്റെ ഒപ്പം സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരുപാട് ആളുകളെ ഹയർ ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇപ്പോഴത്തെ വർക്ക് പ്ലേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് ഒരുപാട് ആളുകൾ ജോബിന് വരുന്ന, നിങ്ങൾ ഒരുപാട് ആളുകളെ റെസ്യൂം വായിച്ചിട്ടുള്ളതാണ്, അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന്. വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ? എനിക്ക് ഫസ്റ്റ് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ ടാലൻസ് ഇല്ലാതെ ഒരിക്കലും പറയില്ല, ഓക്കെ, ബട്ട് ഇൻഡസ്ട്രി റെഡിനെസ് ഇല്ല എന്ന് പറയും. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഹയർ ചെയ്യാനിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് റോൾസ് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഗേഡിൽ ഇപ്പോൾ ഫില്ല് ചെയ്യാനായിട്ട് ടെക്നിക്കൽ മാത്രമല്ല, കോഡിങ് മാത്രമല്ല, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് റോൾസ് ഉണ്ട്, കണ്ടന്റ് റൈറ്റിംഗ് റോൾസ് ഉണ്ട്, ഓപ്പറേഷൻ റോൾസ് ഉണ്ട്. ഓക്കെ, ഇതിനൊക്കെ പറ്റിയ ഇഷ്ടംപോലെ റോൾസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിന് ഫില്ല് ചെയ്യാൻ പറ്റിയ ആൾക്കാർ ഇപ്പോൾ അവൈലബിൾ അല്ല. അതെന്താണെന്ന് വെച്ചാൽ മെയിൻലി ഒരു സ്കിൽ ഗ്യാപ്പാണ്. അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നതെന്ന് പുറത്തുള്ളവർക്ക് അറിയുന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഇത്ര അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടായെങ്കിൽ പോലും ഇപ്പോഴും എല്ലാവരും ഫോക്കസ് ചെയ്യണത് എന്താ, ഞാൻ ഡിഗ്രിക്ക് പോകുന്നു, അവിടെ പഠിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പകരം ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് നമുക്ക് ഹയർ ചെയ്യാൻ പറ്റിയ, അതായത് നമുക്ക് ഒരു സാധനം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ അതിൻ്റെ ആൾക്കാർ നമുക്ക് ഭയങ്കര കുറവാണ്. വന്ന റെസ്യൂമേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാളിറ്റി റെസ്യൂമേഴ്സ് കിട്ടുന്നില്ല എന്നതാണ് സത്യം. ഓക്കെ, അതായത് ഇപ്പൊ കുറെ ആളുകൾ പറയുന്ന ഒരു പരാതിയാണ് ജോബ് കിട്ടുന്നില്ല, ജോബ് അവസരങ്ങളില്ല എന്ന്. ബട്ട് അറ്റ് ദ സെയിം ടൈമിൽ നിങ്ങൾ പറയുന്നത് ജോബുകളുണ്ട്, ബട്ട് വി ആർ നോട്ട് ഗെറ്റിംഗ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ്, റൈറ്റ്? അതെ. ഓക്കെ, നമുക്ക് അജ്മൽ സാറിലേക്ക് പോവാം, ഫൗണ്ടർ ഓഫ് കൈറ്റ് ഫൗണ്ടേഷൻസ്. ഓക്കെ, ഒരുപാട് ക്യാമ്പസുകളിലൂടെയും ഒരുപാട് NGO പ്രോഗ്രാമിലൂടെയൊക്കെ പോകുന്നതാണ്. എസ്പെഷ്യലി ക്യാമ്പസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ AI-നെ ഏത് രീതിയിലാണ് ക്യാമ്പസുകൾ ഉൾക്കൊള്ളുന്നത്? ക്യാമ്പസുകളിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ കേരളത്തിലെ എക്കോസിസ്റ്റം എടുത്താൽ, കേരളത്തിൽ പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗ് കോളേജുകൾ എടുത്താൽ, പ്രത്യേകിച്ച് അവിടെ ഈ പറയുന്ന പോലെ AI ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നൊരു മനോഭാവം അവിടെയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ചില ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റീസ്, മ്യൂലൺ പോലെ, ടിങ്കർ ഹബ്ബ് പോലെയുള്ള കമ്മ്യൂണിറ്റികൾ, അവരുടെ ഒരു പ്രവർത്തന ഫലമായിട്ട് വലിയ രീതിയിലുള്ളൊരു ചേഞ്ച് യങ്സ്റ്റേഴ്സിലുണ്ടെന്ന് പറയാം. പക്ഷേ നമ്മൾ അതൊന്നും വിട്ട് ഇവിടെയുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ 10% താഴെ കുട്ടികൾ മാത്രമായിരിക്കും ഒരുപക്ഷെ പുതിയതായിട്ട് വരുന്ന സാങ്കേതിക വിദ്യ, അത് AI ആവട്ടെ എന്തോ ആവട്ടെ, അത് അക്സെപ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞങ്ങൾ ഏകദേശം കേരളത്തിലൊരു 300+ ക്യാമ്പസുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതിൽ തന്നെ പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ചാൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്തിനാണെന്ന് പറയുന്നൊരു ചോദ്യത്തിന് ഇപ്പോഴും അവർക്ക് തന്നെ ഉത്തരമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതിൻ്റെ മെയിൻ റീസണിൽ ഒന്നെന്ന് പറയുന്നത് അധ്യാപകരാണ്. കാരണം ഇപ്പോൾ ഒരു ആർട്സ് ആൻഡ് സയൻസ് ക്യാമ്പസുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ നമുക്കിത് എന്തിനാണ് എന്ന് പറയുന്ന ആ ഒരു മനോഭാവം, അതായത് ടീച്ചേഴ്സ് മാറാൻ തയ്യാറായിട്ടില്ല. കാരണം അവർ വർഷങ്ങളായി വരുന്ന ഒരു സിലബസ് എടുക്കുന്നു, ആ സിലബസ് പഠിക്കുന്നു, അവർ മാറുന്നില്ല, അതുകൊണ്ട് അവർ കുട്ടികളിലേക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ആ പേർപ്പസ് എന്താണെന്ന് അവർ മനസ്സിലാക്കാത്തിടത്തോളം ആ ഒരു ഗ്യാപ്പ് അവിടെ കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതായത് കുട്ടികൾക്ക് ഇപ്പോഴും ഒരു വൈ വി നീഡ് ടു നോ അബൌട്ട് ദ AI എന്നുള്ളത്, ദേ ഹാവ് നോ ഐഡിയ അബൌട്ട് ദാറ്റ്, റൈറ്റ്? അത് ശരിക്കും പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം. ഇപ്പം നമ്മളൊരു കരിയർ ഡ്രീമർ എന്നുള്ള ഗൂഗിളിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ടൂളുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് കരിയർ കൗൺസിലേഴ്സ് ഉണ്ട്. അവരെ പലപ്പോഴും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് അറിയുന്ന കുറേ എക്സ്പീരിയൻസ് ആണ് പലപ്പോഴും നമ്മൾക്ക് കിട്ടുക. വാട്ട് വി ആർ ഫിറ്റിംഗ്, അതിനുള്ളൊരു ആൻസർ പലപ്പോഴും കരിയർ കൗൺസിലേഴ്സിന് മെൻറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടാറില്ല. പക്ഷേ റീസെൻ്റ് ആയിട്ട് ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടൂളാണ് കരിയർ ഡ്രീമർ എന്നുള്ളൊരു ടൂൾ. അപ്പം ഞാനിത് പലപ്പോഴും ക്യാമ്പസിൽ പോയി ചോദിക്കുമ്പോൾ മിക്ക ആളുകളും ഇങ്ങനൊരു ടൂൾ പോലും കേട്ടിട്ടില്ല. അതായത് സ്റ്റിൽ ദേ ഹാവ് എ നോ ഐഡിയ ദാറ്റ് ദെയർ ആർ മച്ച് മോർ AI ടൂൾസ് വിച്ച് ഗോയിങ് ടു ഹെൽപ്പ് ദം, റൈറ്റ്? ഓക്കെ, നമുക്ക് ഫറാസ് സാറിലേക്ക് തിരിച്ചു വരാം. അതായത് പലപ്പോഴും AI
വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ AI വളരെ നവീനമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പറയും AI അറിയോ, AI അറിയാം, ഇപ്പോൾ ChatGPT അറിയാം, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ ടൂൾ പറയാം. ശരിക്കും വാട്ട് ഈസ് എക്സാക്ട്ലി മീനിങ് ബൈ AI അറിയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് മാറ്റാം. ഒന്ന് എ എന്നുള്ള ഈ സംഭവം ബിൽഡ് ചെയ്യാൻ ടെക്നോളജി. ഓക്കെ, അറിയാന്നുള്ളത് ഒന്ന്, ആ ടെക്നോളജി ബിൽഡ് ചെയ്യാൻ അറിയുക എന്നുള്ളൊരു സംഭവമുണ്ട്. ഓക്കെ, ബട്ട് അത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് അറിയേണ്ട കാര്യം. നമ്മളിപ്പോൾ ഒരു കാർ വാങ്ങാൻ പോകുന്നുണ്ട്, നമുക്ക് അറിയേണ്ട കാര്യമുണ്ട് കാറിൻ്റെ എഞ്ചിൻ എങ്ങനെ ഉണ്ടാക്കണം എന്നറിയേണ്ട കാര്യമില്ലല്ലോ, നമുക്കത് യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ പോരെ. അപ്പോൾ സെക്കൻഡ് പാർട്ടാണ് എന്ത്, ഈ ടെക്നോളജി യൂസ് ചെയ്യാൻ അറിയുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആരോട് ചോദിച്ചാലും ഓക്കെ ഞാൻ ChatGPT യൂസ് ചെയ്യുന്നുണ്ട്, ഞാനൊരു AI യൂസറാന്ന് പറയും. ഓക്കെ, പക്ഷേ അതിൽ ക്വസ്റ്റ്യൻ വരുന്ന എവിടെയെന്ന് വെച്ചാൽ നിങ്ങളുടെ പർപ്പസിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ബോറടിക്കുമ്പോൾ ChatGPTനോട് എന്തെങ്കിലും ഒരു ജോക്ക് പറ എന്ന് പറയുന്നതിന് പകരം, അതായത് നിങ്ങളുടെ എന്ത് ഫീൽഡ് ആയിക്കോട്ടെ, മേ ബി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഒരു ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങളുടെ കോഡ് ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അതായത് കോഡ് ചെയ്യാൻ GPT എല്ലാ അതിൻ്റെ ടൂൾസ് ഉണ്ട്, ഓരോ മേഖലക്കും അതിൻ്റേതായ ടൂൾസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബയോടെക്നോളജി പോലെ ടൂൾസ് ഉണ്ട്. ഓക്കെ, ആ ടൂൾസ് നിങ്ങളുടെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതാണ് മെയിൻ കാര്യം. ഓക്കെ, അതായത് AI ഈസ് എ എനേബ്ലർ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു എനേബ്ലറാണ് AI. ഓക്കെ, നമുക്ക് റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് AI കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡെവലപ്പേഴ്സിന് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കാര്യം, അവർക്ക് കോഡ് ചെയ്യാൻ ഇഷ്ടമാണ്, വേറെ ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, അവർക്ക് കോഡ് ചെയ്യാം, മീറ്റിംഗ്സ് ഇരിക്കാൻ ഇഷ്ടമല്ല, ഡോക്യുമെൻ്റ് എഴുതാൻ ഇഷ്ടമല്ല, ഇങ്ങനത്തെ ഒരു സാധനം ഇഷ്ടമല്ല. പക്ഷേ ഒരു AI യൂസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവരുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഡെയിലി സ്റ്റാൻഡപ്പ് റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ടുണ്ട്, എല്ലാ ഡെവലപ്മെൻറ്റ് കമ്പനീസിലുള്ള ഒരു കാര്യമാണ്. എല്ലാ IT ഫീൽഡിലവർക്ക് എല്ലാവർക്കും ഒരു സ്റ്റാൻഡപ്പ് റിപ്പോർട്ട്, ഇന്നലെ എന്ത് ചെയ്തു, ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്ത് ബ്ലോക്കേഴ്സ് ഉണ്ട്, ഈ കാര്യമാണ്. പക്ഷേ ഒരു ഡെവലപ്പറിന് എന്തുണ്ടാവും, ഈ സ്റ്റാൻഡപ്പ് റിപ്പോർട്ട് എഴുതാൻ മടിയാവും. പകരം ജസ്റ്റ് അവർ എല്ലാ ദിവസവും ചെയ്യണ വർക്ക് കിറ്റിൽ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, അതായിട്ട് എന്ത് ചെയ്താൽ മതി, ഇവരുടെ AI ടൂൾസായിട്ട് കണക്ട് ചെയ്താൽ ഇവർക്ക് എന്ത് ചെയ്യുക, ഇവരുടെ സ്റ്റാൻഡപ്പ് റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞങ്ങളുടെ ഡെവലപ്പേഴ്സ് എല്ലാവരും ഇപ്പോൾ സ്റ്റാൻഡപ്പ് റിപ്പോർട്ട് ഇടാറില്ല, ഓട്ടോമാറ്റിക്കലി ഒരു ബോട്ട് ജനറേറ്റ് ചെയ്ത് അവരുടെ AI റിപ്പോർട്ട്സ് നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ AI ജോബ് കളയുന്നു എന്നതിൻ്റെ അപ്പുറത്ത് തന്നെ AI ക്രിയേറ്റിംഗ് സോ മച്ച് ജോബ്സ്, റൈറ്റ്? ഇപ്പോൾ എനിക്കിപ്പോൾ ഞാനൊരു ഡിസൈനർ ആണെങ്കിൽ എനിക്ക് ഡിസൈൻ മാത്രം അറിയുകയാണെങ്കിൽ, കോഡിങ് അറിയില്ലെങ്കിൽ പോലും AIൻ്റെ സഹായത്തോടു കൂടി എനിക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോഡിങ് ചെയ്യാൻ പറ്റും, റൈറ്റ്? എക്സാക്ട്ലി. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ മുമ്പ് ഞാൻ ഇപ്പോൾ ഒരു ഡെവലപ്പറാണ്, എനിക്ക് ഒരു കമ്പനി തുടങ്ങണം, എനിക്ക് ഡിസൈനർ വേണം, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഡിസൈൻ ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ എനിക്ക് മാർക്കറ്റിംഗ് അറിയില്ലെങ്കിൽ എനിക്കത് സ്റ്റക്കാണ്, ഞാൻ ഒരാൾ കോഫൗണ്ടർ കണ്ടുപിടിക്കണം. പക്ഷേ ഇന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം ചെയ്യാൻ എനേബിൾ ആക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം അറിയുമെങ്കിൽ എനിക്ക് അറിയാത്ത കാര്യം എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് AI യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തൊട്ട് മുമ്പത്തെ ചോദ്യം ഒന്നുകൂടി ഞാൻ ക്ലാരിഫൈ ചെയ്ത് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഓരോരുത്തർക്കും AI ടൂളിനെ അറിയുക എന്നുള്ളത് വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിന് എങ്ങനെയാണോ AI ടൂളിനെ ഉപയോഗിക്കുന്നത്, അതായത് ഇപ്പോൾ എനിക്ക് ഇന്ന ജോബ് ഉണ്ട്, ആ കാര്യങ്ങൾക്ക് ഞാൻ AI ടൂൾ ഉപയോഗിക്കണമെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ് ഫോർ മീ, അല്ലേ? അതായത് ഓരോ സെക്ടറിലും ഓരോ ആളുകൾ, ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ അവരറിയേണ്ട ടൂളുകൾ, എംപ്ലോയീസ് ആണെങ്കിൽ അവരറിയേണ്ട ടൂളുകൾ, ബിസിനസ് ഓണർ ആണെങ്കിൽ അവരറിയേണ്ട ടൂൾ, ആ രീതിയിൽ ശരിക്കും നമ്മൾ AIനെ അപ്രോച്ച് ചെയ്യണം, അല്ലേ? എക്സാക്ട്ലി. ഓക്കെ, നമുക്ക് അജ്മൽ സാറിലേക്ക് തന്നെ പോവാം. അതായത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ സിമ്പിളായിട്ട് പറയാറുണ്ട്, നമ്മളൊരു ചെടിക്ക് വെള്ളം തളിച്ചാലാണ് ആ ചെടിയിലെ ഔട്ട്പുട്ടുകൾ ഉണ്ടാവുക, ചെടി വളർന്നു വലുതാവും. അപ്പോൾ നിങ്ങൾ മുമ്പ് പറഞ്ഞല്ലോ, അതായത് വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും AI ടൂളുകളെ കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു അധ്യാപന സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് അധ്യാപകർ ആ ഒരു രീതിയിൽ വിദ്യാർത്ഥികളെ പുഷ് ചെയ്യുന്നില്ല, അപ്രോച്ച് ചെയ്യുന്നില്ല, അവർക്കൊരു ഇൻസൈറ്റ് കൊടുക്കാത്തത് കൊണ്ടാണോ ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള ഒരു AI അഭാവം കാണുന്നത്? അത് AI എന്ന് മാത്രമല്ല, ഇപ്പോൾ അധ്യാപകർ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ അറിവ് പകർന്നു കൊടുക്കുന്നവരാണ് അധ്യാപകർ എന്നുള്ളത് ഒരു സമയം വരെ കറക്റ്റ് ആയിരുന്നു. ഇനി അങ്ങോട്ട് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എങ്ങനെ അറിവ് പഠിക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ എങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ്റെ ഡ്യൂട്ടി എന്നാണ് ഒരു പുതിയ കാലത്തെ കാര്യം. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് നീളം, വീതി, വിസ്തീർണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ, ഡയാമീറ്റർ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷേ ഒരു ടീച്ചറും ഒരു പക്ഷേ ഒരു മീറ്റർ സ്കെയിൽ എടുത്ത് ഈ ക്ലാസ്സിൻ്റെ നീളവും വീതിയും അളന്ന് ഒരു വിസ്തീർണം കാണാൻ പറഞ്ഞൊരു കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രം. അങ്ങനെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്താൽ ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മളിപ്പോൾ സൈൻ തീറ്റ, കോസ് തീറ്റ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. എത്ര ടീച്ചേഴ്സ് സ്കൂളിലുള്ള കോമ്പൗണ്ടിലുള്ള ഒരു മരത്തിൻ്റെ ഹൈറ്റ്
ഇത് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളോട് അളക്കുക എന്ന് പറഞ്ഞ് ചോദിക്കുന്നില്ല. അപ്പോൾ ഇത് ലൈഫിൽ എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കുട്ടി പഠിക്കാത്തിടത്തോളം അവൻ ലൈഫിൽ ഉപകാരപ്പെടുന്നില്ല. അതായത് എങ്ങനെ പഠിക്കണമെന്ന് ഒരു ടീച്ചർ പറഞ്ഞു കൊടുക്കാത്തിടത്തോളം അതവന് പ്രാക്ടിക്കലി കിട്ടുന്നില്ല. ഇതേ കാര്യം തന്നെയാണ് ഈ പറയുന്ന പോലെ AI ഉൾപ്പെടെ. ഞാൻ AI ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഹോംവർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു ചോദ്യം കിട്ടിയാൽ ആ ചോദ്യം നേരെ കോപ്പി ചെയ്ത് ഒരു ChatGPT അല്ലെങ്കിൽ ജെമിനിയിൽ ഇട്ട് കൊടുക്കുന്നു, കിട്ടുന്ന ഉത്തരം അതുപോലെ പേസ്റ്റ് ചെയ്യുന്നു, ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ഈ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ പ്രൊജക്റ്റ് വന്നാൽ ചെയ്യുന്നു, അങ്ങനെ AI ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഈ എൻ്റെ ഫ്യൂച്ചറിൽ എന്ത് മാറ്റമാണ് AI കൊണ്ടുവരാൻ പോകുന്നത്, എൻ്റെ സ്കില്ലിനെ അപ്സ്കിൽ ചെയ്യാൻ എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്ന രീതിയിലേക്ക് ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പറഞ്ഞാൽ കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉള്ള ഒരു സംസ്ഥാനം നമ്മൾ പറയുമ്പോൾ ആ വാക്കിൽ ചെറിയ വ്യത്യാസം എന്ന് പറയുമ്പോൾ അണ്ടർ എംപ്ലോയ്മെൻ്റ് ആണ്. കാരണം ആക്ച്വലി ഇവിടെയുള്ള എല്ലാവരും ഗ്രാജുവേറ്റ്സ് ആണ്, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്. പക്ഷേ അത് ഒരു സർട്ടിഫിക്കറ്റിൽ ഒതുങ്ങി നിൽക്കുകയാണ്. എത്രത്തോളം സ്കില്ലുണ്ടെന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ കേരളത്തിൽ സ്റ്റുഡൻസ് നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കൂട്ടി വായിക്കുന്ന ഒരു കാര്യം. അതായത് ഒരു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് ഒരു തോന്നലില്ലാത്തൊരു കുറവുണ്ട്. പലപ്പോഴും ഇപ്പോൾ ജെൻസി അല്ലെങ്കിൽ പുതിയ ജനറേഷനൊക്കെ പറയാറുണ്ട് അവർ നന്നായിട്ട് AI ടൂളുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ബട്ട് ഇൻ റിയാലിറ്റി ഈസ് ദാറ്റ് ഹാപ്പനിങ്? നമുക്ക് പലപ്പോഴും പല ഡാറ്റകളും നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോഴും പുതിയ ജനറേഷൻ ഒരു ലിമിറ്റഡ് ലെവലിലുള്ള AI ടൂളുകളുടെ ഉപയോഗമാണ് എന്ന് മനസ്സിലാവാറുണ്ട്. അപ്പോൾ ശരിക്കും അതിൽ ക്യാമ്പസുകളുടെ അവസ്ഥ എന്താണ്? ഇതിൽ ഇപ്പോൾ ലാസ്റ്റ് ടൈം സ്കിൽ ബ്രിഡ്ജ് കേരള എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഞങ്ങൾ കേരള ഏകദേശം ഒരു 100-ലധികം ക്യാമ്പസുകളിൽ നടത്തിയൊരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ നമ്മൾ ക്യാമ്പസുകളിൽ പോയി കുട്ടികൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയി AI കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ക്യാമ്പസിൽ ചെന്ന് അവിടെ ഒരു ഓറിയൻറ്റേഷൻ വെക്കുമ്പോൾ 1000 പേര് പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ ഒരു 100 കുട്ടികളായിരിക്കും അവിടെ ഇൻട്രസ്റ്റ് ആയി വരുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആ 100 കുട്ടികളെ ഒരു ഓറിയൻറ്റേഷനിൽ പങ്കെടുത്താൽ അത് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾ ഒരു പക്ഷേ 40-50 പേരാണ്. കാരണം ആ പേർപ്പസ് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല, അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ ടീച്ചേഴ്സിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ ഒരു എക്സാമ്പിളാണ്. എനിക്ക് തോന്നുന്നു ഇതിന് പുറമെ കേരള സർക്കാരിൻ്റെ KDSKിൻ്റെ ഒരു ഇതുപോലെ തന്നെ കോഴ്സറ ഉൾപ്പെടെയുള്ള ഒരുപാട് AI കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഉപയോഗിക്കുന്ന കുട്ടികളെ വെച്ചാൽ ഞങ്ങൾ പലപ്പോഴും ക്യാമ്പസിൽ പോകുമ്പോൾ അന്വേഷിച്ചാൽ വളരെ ചെറിയൊരു ശതമാനം കുട്ടികൾ മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം അത് എന്തിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരാന്നാൽ അത് എന്തിനാണെന്നുള്ള പേർപ്പസാണ് അവർക്ക് മനസ്സിലാവാത്തത്. ഓക്കെ, ഫറാസ് സാറിലേക്ക് തിരിച്ചു വരാം. അതായത് ഇപ്പോൾ AI ഉണ്ട്, AI നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈമിൽ ഓരോ എംപ്ലോയീസിനും അല്ലെങ്കിൽ ഒരു ടീമിലുള്ള ഓരോ അംഗങ്ങൾക്കും ഒരുപാട് സോഫ്റ്റ് സ്കില്ലുകൾ വേണം ടു ബി ഗെറ്റ് ഹയേർഡ്. സോ വാട്ട് ആർ ദോസ് സോഫ്റ്റ് സ്കിൽസ് എവറി വൺ നീഡ് ഇൻ ദിസ് എറ? ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ട ഒരു സാധനം മൈൻഡ് സെറ്റാണ്. ഓക്കെ, അതായത് എന്ത് സാധനം നമ്മൾ ചെയ്യാൻ പോകണ്ടെങ്കിലും ലൈക്ക് അത് നമുക്ക് ചെയ്യണതിന് മുമ്പ് അത് നെഗറ്റീവ് അടിക്കാണ്ട് ചെയ്ത് നോക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഞങ്ങൊരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഓട്ടോമേഷൻ ടൂൾ ഇങ്ങനെ ട്രൈ ചെയ്യാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന ഒരു ടെസ്റ്ററെ ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനമുണ്ട്. പുള്ളിക്കാരി പോയി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ച ആളാണ്. ഓക്കെ, പഠിച്ച ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ ഒരു ഓട്ടോമേഷൻ ടൂൾ ഉണ്ട്, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. പറഞ്ഞു എനിക്കത് ചെയ്യാൻ, ഞാൻ പഠിച്ചത് മാനുവൽ ടെസ്റ്റിംഗ് ആണ്, ഞാൻ ഓട്ടോമേഷൻ അവിടെ പഠിച്ചിട്ടുള്ളൂ, ഇപ്പം ഞാൻ ചെയ്യാറില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പകരം ഈ സെയിം സാധനം ഞങ്ങളുടെ കമ്പനിയിലെ അസോസിയേറ്റ് പ്രൊഡക്റ്റ് മാനേജർ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ അവളെൻ്റെ അടുത്ത് ഇങ്ങോട്ടൊന്ന് പറഞ്ഞതാണ്. ഓക്കെ, നമ്മുടെ ആ ടൂളില്ലേ അത് വെച്ചിട്ട് ഞാൻ ഓട്ടോമേഷൻ ചെയ്യാൻ നോക്കുന്നുണ്ടെന്ന്. ഓക്കെ, ഈ പറഞ്ഞ ആള് ടെസ്റ്റിംഗ് പഠിച്ചിട്ടില്ല, കോഡിംഗ് പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. ഷീസ് എ പ്രൊഡക്റ്റ് മാനേജർ. ഓക്കെ, സോ എന്ത് സാധനം ചെയ്യാൻ റെഡിയാണ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലേ, എന്തും ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ഇന്ന് ഇഷ്ടം പോലെ ടൂൾസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കേപ്പബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ ചെയ്ത് നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് നോക്കാം, എന്താ നഷ്ടമുള്ളത്? നഷ്ടമൊന്നുമില്ലല്ലോ. പണ്ട് നമുക്ക് പലപ്പോഴും സ്കില്ലില്ല, എനിക്ക് അത് അറിയൂല എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ല. അതായത് എനോട് ചോദിച്ച് പഠിക്കാം. ഓക്കെ, ഈ സാധനം അറിയില്ല, അത് ഞാൻ പറയും. ഇപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്റ്റ് മാനേജേഴ്സ് എല്ലാവരും കോഡ് ചെയ്യുന്ന വെച്ചാൽ നമുക്കൊരു ഫീച്ചർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഒരു മിനിമം വേർഷൻ എന്ത് ചെയ്യും, ഇത് വെച്ച് ഉണ്ടാക്കും, എന്നിട്ട് കാണിക്കും. ഓക്കെ, ഇത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്താലോ. മുമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല വർക്ക് ചെയ്യണത്. മുമ്പ് നമ്മൾ പോയി മീറ്റിംഗ് ഒക്കെ കൂടി ഇതൊക്കെ. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. മുമ്പ് നമ്മൾ മീറ്റിംഗ് കൂടുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ ഒരു ഫീച്ചർ ഡെവലപ്പ് ചെയ്യാൻ നിൽക്കണമെങ്കിൽ നമുക്ക് അത്ര എഞ്ചിനീയേഴ്സിന് ടൈം വേണം. ഇപ്പോൾ എഞ്ചിനീയേഴ്സ് ടൈം വേണ്ട, നമുക്കൊരു ഫീച്ചർ എന്ത് ചെയ്താൽ ഇവർക്ക് തന്നെ ചെയ്ത് നോക്കാം. ഇവരത് ചെയ്ത് അടിപൊളിയാണെങ്കിൽ എന്ത് ചെയ്യാം, വന്ന് ഓക്കെ കൊള്ളാം, നമുക്ക് ഏത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുത്താൽ മതി. അപ്പോഴാണ് അവിടെ സോഫ്റ്റ് സ്കില്ല് വന്നത്. മറ്റേതെന്ന് വെച്ചാൽ കോഡ് ചെയ്യാൻ അറിയുന്നതിന് പകരം ഇപ്പോൾ തീരുമാനിക്കുന്നത് എന്താണ്, ഓക്കെ ഈ സാധനം ചെയ്താൽ
നമ്മുടെ യൂസേഴ്സിന് ബെറ്റർ ആവോ എന്നുള്ള രീതിയിൽ തിങ്കിങ് ആണ് വേണ്ടത്. പിന്നെ വേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. കാര്യം നമ്മൾ നോട്ടാണെങ്കിൽ പോലും നമ്മൾ ചെന്ന് സംസാരിക്കലാണ്, അല്ലേ, നമ്മൾ ചെന്ന് അതിന് പ്രോംപ്റ്റ് കൊടുക്കലാണ്. നമ്മുടെ തോട്ട്സ് എന്താണ് അത് ക്ലിയർലി എന്ത് ചെയ്യാൻ പറ്റണം, എനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. എനോട് ചെന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഓക്കെ വെറുതെ ഒരു സാധനം പറയാം, എനിക്ക് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് വേണമെന്ന് വെറുതെ എന്നോട് പറഞ്ഞാൽ എന്ത് പറ്റും, ഏതെങ്കിലും ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കി തരും. പകരം എനിക്ക് ഇന്ന പർപ്പസുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് വേണം, അതിൽ ഇന്ന കാര്യങ്ങൾ വേണമെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അത് എന്നോടും ടീമിനോടും. പണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, ഇന്റർവ്യൂ വിജയിക്കാൻ. പക്ഷെ ഇനി മുതൽ അത് മാത്രം പോരാ അല്ലേ, ഒരു ഹൈബ്രിഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണ്ടി വരുന്ന സാധനം. അതെ, എക്സാക്ട്ലി. അതായത് നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്താണോ അത് നമുക്ക് ക്ലിയർലി ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. മൂന്നാമത്തെ ഒരു സ്കില്ല് വേണ്ട എന്താണെന്ന് വെച്ചാൽ കൊളാബറേഷൻ ആണ്. ഓക്കെ, മുമ്പെന്ന് വെച്ചാൽ ലൈക്ക് നമ്മളിപ്പോൾ സ്കൂളിലെ എക്സാം ഒക്കെ ആണെങ്കിൽ എനിക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളതാണ്, അല്ലേ, എല്ലാവരും പഠിച്ചേക്കണം അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ മാർക്ക് കിട്ടാൻ വേണ്ടി മീൻസ് ഞാൻ എക്സാം എഴുതി എനിക്ക് മാർക്ക് കിട്ടും എന്നുള്ളത്. പക്ഷേ നമ്മൾ ടീമിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് മാർക്ക് ഞാൻ ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യണത്. ഓക്കെ, ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ട് കമ്പനിക്കാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ ഉണ്ടാവുന്നത്, ഞാൻ ചില പ്രൊജക്റ്റിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ഓക്കെ എനിക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ എനിക്കത് വേറെ ആളുടെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റണം. എനിക്കൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വേറെ ആൾക്കൊരു എന്താണ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അയാളായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ കൊളാബറേറ്റ് ചെയ്യാൻ എന്ത് പറ്റും, നമുക്ക് ഒരുപാട് സിനർജി എന്ന് പറയില്ല, അതുപോലത്തെ സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ AI വന്നു അങ്ങനെ പറയുന്നുണ്ടല്ലോ, മാർക്കറ്റിലൊക്കെ AI ഒരുപാട് കാര്യങ്ങളിൽ AI വെച്ചിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അറ്റ് ദ സെയിം ടൈമിൽ നമ്മൾ ഈ വർക്ക് സ്പേസിൽ ഒരു കൾച്ചർ ഉണ്ട്, അല്ലെങ്കിൽ വർക്ക് സ്പേസിൽ ഒരു ഇമോഷൻ്റെ ട്രാൻസ്ഫോമിങ് നടക്കുന്നുണ്ട്, ഒരു എമ്പതി വരുന്നുണ്ട്, സിമ്പതി വരുന്നുണ്ട്. അങ്ങനെ പല എലമെൻറ്റുകളും നമ്മുടെ ആളുകൾ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ അവിടേക്ക് ശരിക്കും പറഞ്ഞാൽ AI ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ അത് എത്രത്തോളം നെഗറ്റീവായിട്ട് ബാധിക്കും? ഇല്ല, ഇതുവരെ നമുക്ക് നെഗറ്റീവായിട്ടൊന്നും മാറിയില്ല. ഇത് നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ടാണ് മാറിയത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഡിപ്പെൻഡൻസി ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു സാധനം ചെയ്യുന്ന ഒരു ഡെവലപ്പർ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ ഇന്ന് ആ ഡിപ്പെൻഡൻസി ഇല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബഗ് വന്നു, ബഗ് ലൈക്ക് നമുക്ക് റിപ്പോർട്ട്സ് ഒക്കെ കിട്ടും, ഈ ബഗിന് അനലിറ്റിക്സ് ഒക്കെ ഉണ്ട്. ഇത് വെച്ച് നമുക്ക് റിപ്പോർട്ട് കിട്ടുമ്പോൾ മുമ്പ് നമ്മൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഒരു ഡെവലപ്പറെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഡെവലപ്പറെ ടൈം അപ്പോൾ നമുക്ക് എന്താ, അയ്യോ ഇതിന് കിട്ടണില്ല എന്നുള്ള ഫ്രസ്ട്രേഷനൊക്കെ വരും. പക്ഷേ ഇപ്പോൾ എന്തില്ല, അതില്ല, കുറച്ചും കൂടി ഈസിയാണ്. അതായത് ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയല്ലേ ഇയാൾ ചെയ്തോളും, അപ്പോൾ മറ്റേ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ആൻഡ് വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം ഫ്രീ കിട്ടുന്നുണ്ട്. ഫ്രീ എന്നല്ല, അതായത് നമുക്ക് ഇഷ്ടമുള്ള പണികൾ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ജോബ്, ഒരു പാക്കേജ് ആണല്ലോ. ഇഷ്ടമുള്ള പണിയുണ്ട്, ഇഷ്ടമില്ലാത്ത പണി ഉണ്ടാവും. ഇഷ്ടമുള്ള പണികളിൽ ഫോക്കസ് ചെയ്യാനും ഇഷ്ടമില്ലാത്ത പണി ഔട്ട്സോഴ്സ് ചെയ്യാനും ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട് തന്നെ എന്താവും, ബാക്കി എല്ലാവരും മൈൻഡ് ഫ്രീ ആണ്, സ്ട്രെസ് കുറവാണ്. അപ്പോൾ അവർക്ക് ഈസിലി കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചും കൂടി സിനർജി ഒക്കെ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നമുക്ക് അജ്മൽ സാറിലേക്ക് പോകാം. അതായത് പലപ്പോഴും വിദ്യാർത്ഥികളാണ് ഭാവിയിൽ മാർക്കറ്റിലേക്ക് ജോബിനൊക്കെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ലൈഫ് ലേണിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു AI കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് ലേണിംഗ് ശരിക്കും എത്രത്തോളം ഉണ്ട് ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ ഇത്തരം സെക്ടേഴ്സിൽ? അതിലേക്ക് വരുമ്പോൾ ഇതിൽ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ ക്യാമ്പസുകളിൽ കൂടുതലും നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറിയ ക്ലാസ്സിൽ പോകുന്ന ഒരു കുട്ടി അവിടെ മുതൽ പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അവരോട് പറയുന്നത്, ചോദിക്കുന്ന ഒരു കാര്യം എത്ര മാർക്ക് കിട്ടിയെന്നാണ്. ഓരോ എക്സാം കഴിയുമ്പോഴും എത്ര മാർക്ക് കിട്ടി. അതുപോലെ തന്നെ ആരെങ്കിലും ഫാമിലി ഒരു ഫംഗ്ഷന് പോയാലും ചോദിക്കും മാർക്ക് എത്ര കിട്ടി. അപ്പോൾ മാർക്കിന് വേണ്ടിയാണ് കുട്ടി പഠിക്കുന്നത്. അങ്ങനെ അവൻ 10th കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ഒരു ഹയർ സ്റ്റഡീസ് കഴിഞ്ഞു, അവനൊരു PG കഴിഞ്ഞ് ആ PG എക്സാം കഴിയുന്ന ദിവസം വരെ അവനോട് ചോദിക്കുന്നത് മാർക്ക് എത്രയെന്നാണ്. ആ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പിന്നെ ചോദിക്കുന്നത് ജോലി എന്തായെന്നാണ്. ഇവന് ജോലി അറിയില്ല, കാരണം അവൻ മാർക്ക് കിട്ടാനേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം, അപ്പോൾ ഇന്നലെ വരെ ഞാൻ എക്സാം എഴുതി, ഇപ്പോൾ ഇന്ന് എൻ്റെ ഫൈനൽ എക്സാം ആണെങ്കിൽ ഇന്ന് വരെ ഞാൻ നേരിടുന്ന പ്രശ്നം എത്ര മാർക്ക് എന്നാണ്. ആ റിസൾട്ട് വന്നാൽ പിന്നെ എനിക്ക് ആ ചോദ്യമില്ല, എല്ലാവരും ചോദിക്കുന്ന ജോബ് എവിടുന്നാണ്. ഈ ഒരു 2 സിനാരിയോ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ കുട്ടികളിലേക്ക് നമുക്ക് കൊടുക്കേണ്ടത് ഈ പറയുന്ന പോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ജോലികളുണ്ട്, ജോലി സാധ്യതകളുണ്ട്. പക്ഷേ ഇതിനെ ഈ പഠനത്തോടൊപ്പം തന്നെ കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ ഈ പുതിയൊരു കരിക്കുലർ സിസ്റ്റം, ഈ 4 വർഷത്തെ ഡിഗ്രി ആക്കിയത് വലിയൊരു മാറ്റമാണ്. മേ ബി അതിൽ ഇൻറ്റേൺഷിപ്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു എഞ്ചിനീയറിംഗ് MBA പഠിക്കുന്ന കോഴ്സുകൾ ഒഴിച്ചാൽ ബാക്കി ഒന്നിലും അങ്ങനെ ഒരു ഇൻറ്റേൺഷിപ്സോ കൾച്ചർ ഇല്ലാതിരുന്നു. പക്ഷേ പുതിയതായിട്ട് ഈ വർഷം മുതൽ ആ ഒരു ഇൻറ്റേൺഷിപ്പ് വരുന്നത് നല്ലൊരു മാറ്റമാണ്. സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വന്നാൽ, നമുക്ക് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നുണ്ട്, പക്ഷെ അവിടെ എക്സ്പീരിയൻസുകൾ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം. ഒരുപക്ഷെ അതുകൂടി വന്നാൽ ആ ഒരു ജോബ് റെഡിനെസ്സിലേക്ക് വരാൻ ഇവർക്ക് കഴിയുന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഓക്കെ, ഫറാസ് സർ, ഇപ്പോൾ നമ്മൾ ജോബ് കിട്ടുന്നതിൽ AI വേണം അല്ലെങ്കിൽ പുതിയ സ്കില്ലുകൾ വേണം എന്നിങ്ങനെ കാര്യങ്ങൾ പറയാറുണ്ട്.
പലപ്പോഴും ഈ വർക്ക് സ്പേസിൽ ഇപ്പോൾ പുതിയ സ്കില്ലുകൾ അറിയുന്ന ആളുകളും അല്ലെങ്കിൽ പഴയ എംപ്ലോയീസും ഉണ്ടാവും. അവിടെ ഒരു ഗ്യാപ്പ് ബിൽഡ് ചെയ്ത് വരുന്ന ഒരു ഫീല് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് കറൻ്റ്ലി എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല, പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നം നിലവിൽ മാർക്കറ്റിലുണ്ടോ? അത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ഇവരാരും ഷോക്കേസ് ചെയ്യുന്നില്ല എന്നതാണ് ഒരു മെയിൻ പ്രശ്നം. അതായത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും അപ്സ്കിൽ ചെയ്തേ പറ്റൂ. ഓക്കെ, അതായത് നോർമലി ഇപ്പോൾ ലൈക്ക് സ്റ്റാർട്ടപ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എസ്പെഷ്യലി അവർക്ക് എന്ത് ചെയ്യണം, ഒരു പുതിയ ടൂൾ ഇറങ്ങിക്കാൻ അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാര്യം എന്നാലും നമുക്ക് വർക്ക് എഫിഷ്യൻ്റ് ആക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും നമ്മളിപ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും നമ്മൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, പക്ഷേ ജോബിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ജോബിലോട്ട് ടു മച്ച് ഫോക്കസ്ഡ് ആവണോണ്ട് തന്നെ എന്തായിരിക്കും ചിലപ്പോൾ അപ്സ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്താണുള്ള ഇത് പലപ്പോഴും പുറത്ത് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഇൻഡസ്ട്രി ട്രെൻഡ് എന്നുള്ള സാധനം നോക്കി അപ്സ്കിൽ ചെയ്യാൻ വിട്ടുപോകാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്താവാറുണ്ട്, മിക്കവരും സെക്കൻഡ് ജോബിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ തേർഡ് ജോബിലോ ഒരു കമ്പനിയിൽ 3-4 കൊല്ലം വർക്ക് ചെയ്ത് പോകുമ്പോൾ ഇവർക്ക് മെയിൻ പ്രൊഫൈലുള്ളത് ഈ കമ്പനീനെ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ആ സംഭവത്തിനെക്കാട്ടിയും കൂടുതൽ എന്താണ് ഇവർ പേഴ്സണലി അച്ചീവ് ചെയ്തതെന്ന് കുറച്ചും കൂടി കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്തായിരിക്കും ഈ പറഞ്ഞ അപ്സ്കില്ലിങ്ങും കാര്യങ്ങളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോസ് അങ്ങനത്തെ കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് അവർ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ഡെവലപ്പേഴ്സ് ഇവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ സൈഡ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് എന്തെങ്കിലും ഗിറ്റിൽ പുഷ് ചെയ്യും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ബ്ലോഗ് എഴുതും, അതിനെപ്പറ്റി ടോക്സ് കൊടുക്കും, റിസർച്ച് പേപ്പർ ചെയ്യും, ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ചെയ്യണമെന്നാണ്. എല്ലാവരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു സ്കില്ല് നമ്മൾ ഇപ്പോഴും എന്തായിരിക്കണം, വിസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ സ്കില്ലിന് വാല്യൂ ഉള്ളൂ. ഓക്കെ, എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രൂഫ് ഓഫ് വർക്ക് കാണിക്കും. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ വന്ന് പറഞ്ഞ് എനിക്ക് ലൈക്ക് നിങ്ങളുടെ കോളേജിൽ പഠിച്ചിറങ്ങിയ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്തുണ്ടാവും, നല്ല മാർക്ക് ഉണ്ടാവും. അതായത് കേരളത്തിൽ എല്ലാവർക്കും ഒരേ മാർക്കാണല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ ലൈക്ക് അതിൽ നല്ല പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാവർക്കും മാർക്ക് ഉണ്ടാവും. പക്ഷേ ഇതുകൊണ്ടല്ല കാര്യം, ഇവരുടെ കയ്യിൽ എനിക്ക് ഇന്നതറിയാം. അതായത് ഇപ്പോൾ പറഞ്ഞ് ഞാൻ ബിടെക് പഠിച്ചു എന്നതിന് പകരം ഞാൻ ബിടെക് പഠിക്കുന്നതിന് ഇപ്പോൾ ഞാനൊരു 5 പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്, ഇതാണ് എൻ്റെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്, ഞാനിവിടെ ഫ്രീലാൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് ബെറ്റർ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ആ ഒരു പോർട്ട്ഫോളിയോ ബിൽഡിംഗ്, ആ പ്രൊഫൈൽ ബിൽഡിംഗ് എന്തായിരിക്കണം, പേഴ്സണൽ ബ്രാൻഡിംഗ് ഒക്കെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അതായത് പലപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജോബിന് അപേക്ഷിക്കുന്ന ആളുകൾ, ജോബിന് അപ്ലൈ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ബിസിനസ് ആരാണ്, ഇപ്പോൾ AI കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഈസിയാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ. സിമ്പിളായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ചാറ്റ് ബോട്ട് എടുത്തിട്ട് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, ഞാനൊരു ബിസിനസ് ഓണറാണ്, ഞാനൊരു എംപ്ലോയി ആണ്, ഐ വാണ്ട് ടു എക്സ്പ്ലോർ, ഐ വാണ്ട് ടു എക്സ്പാൻഡ്, ഐ വാണ്ട് ടു ഇംപ്രൂവ് എന്ന് സിമ്പിളായിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് AI ടൂളുകൾ അറിയാതെ തന്നെ നമ്മൾക്ക് ഒരുപാട് AI ടൂളുകൾ സിമ്പിൾ പ്രോംപ്റ്റിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അത്രത്തോളം ലളിതമാണ്, അത്രത്തോളം സിമ്പിളായിട്ട് നമ്മുടെ മുമ്പിൽ AI ഉണ്ട്. പക്ഷേ പലപ്പോഴും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പലപ്പോഴും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ മുമ്പിൽ ഇനി ഒരു 2 മിനിറ്റ്സ് കൂടി ഉണ്ട്. ഇനി QA ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. Anyone want to ask a question? Okay. അപ്പം നമ്മൾക്ക് കൺക്ലൂഡ് ചെയ്യാം. ലാസ്റ്റ് ആയിട്ട് അജ്മൽ സാറിനോട് ചോദിക്കാനുള്ളത്, ശരിക്കും ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയായിരിക്കണം ഒരു പുതിയ മാർക്കറ്റിലേക്ക് വരുമ്പോൾ? ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഓപ്പർച്യൂണിറ്റി, നമ്മുടെ ചുറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്, സാധ്യതകളുണ്ട്. അപ്പോൾ ഒന്നും ആരും നമുക്ക് കൊണ്ടുതരില്ല. നമ്മുടെ ചുറ്റും എല്ലാം ഉണ്ട്. അതിൽ നമുക്ക് എന്താണോ നമ്മുടെ സ്കില്ലുകളെന്ന് കണ്ടെത്തി, അതിന് നമ്മുടെ ടാലൻറ്റ് ഇതാണെന്ന് കണ്ടെത്തി, നമ്മുടെ കഴിവുകൾ ഇതാണെന്ന് കണ്ടെത്തുന്നതോടൊപ്പം തന്നെ എൻ്റെ നെഗറ്റീവ്സ് ഇതാണ്, എൻ്റെ കുറവുകൾ ഇതാണെന്ന് കണ്ടെത്തി അതിന് റൈറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒന്നാമത്തെ കാര്യം. 2, നമ്മുടെ ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ട്, അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്ററാണ്, മെൻറ്ററാണ്. നമുക്ക് ചുറ്റുമുള്ള അത് വ്യക്തികളാവാം, സാഹചര്യങ്ങളാവാം, നമുക്ക് കിട്ടുന്ന വീണ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആവാം. ഇവൻ ക്ലാസ്സിലെ ഓരോ കുട്ടിക്കും ഒരുപക്ഷെ അവന് ക്ലാസ്സിൽ പബ്ലിക് സ്പീക്കിങ്ങിന് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മുതൽ അവനെടുക്കാൻ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഒരു അവസരം കിട്ടുകയാണ്, അതല്ലെങ്കിൽ അവൻ്റെ ഒരു കഴിവ് തുറന്നു പറയാൻ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പോലെ ലൈഫിൽ കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റികളെയും എടുത്തുകൊണ്ട് ആ റിസ്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന, ആ റിസ്ക് എടുക്കാൻ കഴിയുക, ഓപ്പർച്യൂണിറ്റിയെ അവൻ്റേതാക്കി മാറ്റാൻ കഴിയുക. ചലഞ്ച് വന്നാൽ അത് ഈ പറഞ്ഞ പോലെ മുമ്പിലേക്കൊരു പ്രശ്നം വരുമ്പോൾ അത് അവിടെ തളർന്ന്, കാരണം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അധികം ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഡിപ്രഷൻ, ഒരു എക്സാം മാർക്ക് വരുമ്പോൾ ഡിപ്രഷൻ കൂടി ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ലൈഫിൽ എല്ലായിടത്തും ഉണ്ടാകുന്നതാണെന്ന് മനസ്സിലാക്കി പോകുന്ന ഒരു യങ്സ്റ്റേഴ്സാണ് നമുക്ക് വേണ്ടെന്നുള്ളത്. If you keep learning, there is always a door for you. Thank you.
താങ്ക് യു സോ മച്ച്. നമ്മളുടെ ടൈം ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ഓഫ് യു. Thank you to all the speakers here and the moderator for very wonderfully moderating this session, the panel discussion. So I would love to welcome Mr. Anish Achudan to hand over a small gift on behalf of Scale Up Conclave, the Scale Up team present here, starting from Mr. Shahid Natagal, co-founder of Law School. ഇവർക്ക് മൂന്ന് പേർക്കും കൂടെ നമുക്ക് ഒരുമിച്ച് നന്നായിട്ടൊന്ന് കൈയടിക്കാം പ്ലീസ്. And here Mr. Mohammed Faraz MS, Head of Strategy and Operations, Lavsky. Moving on, we have Mr. Ajmal Chakrapadam, founder and CEO of Kite India. And yes, they were speaking on the topic AI and the new workforce, what it takes to get hired. Thank you so much.